إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നാളെ മരണാനന്തരം റബ്ബിന്റെ അടുക്കൽ സന്നിഹിതമാകുമ്പോൾ നമ്മുടെ എല്ലാം മീസാൻ ഘനം തൂങ്ങണമെന്ന്. മീസാനി ഘനം തൂങ്ങുന്ന ധാരാളം പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മീസാൻ ഘനം തൂങ്ങിയാൽ അവൻ വിജയിയാണ്. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യുദ്ലിമൂൻ. അത് ഘനം കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ നഷ്ടകാരിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും പഠിപ്പിച്ച കൂട്ടത്തിൽ ഒന്നാണ് തഖീലതാനി ഫിൽ മീസാൻ. തുലാസിൽ ഘനം തൂങ്ങുന്ന രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതുപോലെ പഠിപ്പിച്ച ഒന്നാണ് ഹുസ്നുൽ ഖുലുഖ്. പ്രാർത്ഥനയിൽ ഒരു ദുആയിൽ നമുക്ക് കാണാം സഖിൽ മവാസീനി വഹഖിഖ് ഈമാനി വർഫഅ ദറജാതി വതഖബ്ബൽ സ്വലാത്തി വഗ്ഫിർ ഖതീഅതി. ധാരാളം കാര്യങ്ങൾ ആവശ്യപ്പെട്ട കൂട്ടത്തിൽ കാണാം സഖിൽ മവാസീനി. റബ്ബേ എന്റെ മവാസീൻ, എന്റെ മീസാൻ അത് ഘനം തൂക്കണേ. ഹുസ്നുൽ ഖുലുഖ് സൽസ്വഭാവം എന്നത് നമ്മുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഒന്നാണ്. ഫർളുകളും സുന്നത്തുകളും നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണിത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് നമ്മളോട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഫി തഫ്സീർ ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖിനെ അദ്ദേഹം നിർവചിച്ചപ്പോൾ എന്താണ് ഹുസ്നുൽ ഖുലുഖ് എന്നത് അദ്ദേഹം പറഞ്ഞത് ഹുവ ത്വലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നതയുണ്ടാവുക, വബദലുൽ മഅറൂഫ് വകഫുൽ അദാ, നന്മ ചെയ്യുക, അതുപോലെ തന്നെ ഉപദ്രവങ്ങളെ തടഞ്ഞു നിർത്തുക. ഇതൊക്കെയാണ് ഹുസ്നുൽ ഖുലുഖ് എന്നത്. അപ്പൊ ഇസ്ലാം വന്നത് തന്നെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ, ഉപദ്രവങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം വിശദീകരിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ അത് ഉണർത്തിയിട്ടുണ്ട്. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ഭാരങ്ങളെ അവർക്ക് ഇറക്കി വെച്ചു കൊടുത്തു. ഭാരങ്ങളെ ഇറക്കുക, പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഉപദ്രവങ്ങളെ നീക്കുക, സമാധാനം പുലരുക. അപ്പോഴാണ്, അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രയാസങ്ങൾ നീക്കുമ്പോഴും നാം കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഇല്ലാതെയാകുമ്പോഴുമാണ് നാട്ടിൽ സമാധാനം നിലനിൽക്കുക.
മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നത് തന്നെ സദഖയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ അമൽ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹ് വജിഹാദുൻ ഫീ സബീലിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക. ഫഅയ്യു റിഖാബി അഫ്ളൽ അഅലാഹാ സമനൻ വഅൻഫുസുഹാ ഇൻദ അഹ്ലിഹാ, ഏറ്റവും ശ്രേഷ്ഠമായ അടിമമോചനമേതാ? യജമാനന്റെ അടുക്കൽ പ്രിയപ്പെട്ടതും വിലപിടിച്ചതുമായ അടിമയെ മോചിപ്പിക്കലാണ്. ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ ഫഇല്ലം അഫ്അൽ, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചത് തദഅന്നാസ മിനശ്ശർ, തദഅന്നാസ മിനശ്ശർ, അഥവാ ഫഇന്നഹാ സദഖത്തുൻ തസദ്ദഖു ബിഹാ അലാ നഫ്സിക്, ഈ ജനങ്ങളിൽ നിന്ന് നിന്റെ ഉപദ്രവത്തെ, നീ കാരണം ഒരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്നത് തന്നെ ഫഇന്നഹാ സദഖ തസദ്ദഖു ബിഹാ അലാ നഫ്സിക്, നീ നിനക്ക് ചെയ്യുന്ന സദഖയാണ്, നീ കാരണം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്ന് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്നൊരു ഉപദ്രവം ഇല്ലാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സ്വതഹയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. നാം കാരണം മറ്റൊരാൾ പ്രയാസപ്പെടരുത്, അത്തരം ഒരു സാഹചര്യം ഒരുക്കുന്നത് തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ്. എന്നാൽ നമ്മൾ ആലോചിക്കുക, ഇബാദത്തുകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്. പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ ജമാഅത്തിന് വന്നിരിക്കുന്നവരാണ്, ദീനീ കാര്യങ്ങളിലൊക്കെ അവർ സജീവരാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവർ സജീവരാണ്. പക്ഷേ ചില ദോഷങ്ങൾ അവർക്കുണ്ട്. അയൽവാസികളെ ദ്രോഹിക്കുന്നു, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നു, അയാളുടെ വാക്ക് ശരിയല്ല, അയാളുടെ സമീപനം ശരിയല്ല, അയാളുടെ പ്രവർത്തനം ശരിയല്ല, മറ്റു പല മനുഷ്യരുടെയും മനസ്സുകളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അയാളുടെ ചെയ്തികൾ കാരണം, അയാളുടെ വാക്കുകൾ കാരണം പലരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാന തുസല്ലി അൽ-ലൈൽ വതസൂമു അൻ-നഹാർ വതസദ്ദഖ്, റസൂലേ, ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് രാത്രി നമസ്കരിക്കുന്നവളാണ്, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നവളാണ്, അവൾ സദഖ ചെയ്യുന്നവളാണ് റസൂലേ. പക്ഷേ വഫീ ലിസാനിഹാ ശൈഉൻ യുഅദി ജീറാനഹാ, ആ പെണ്ണിന്റെ നാവുണ്ടല്ലോ അയൽവാസിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണാണ്. രാത്രി നമസ്കാരമുണ്ട്, പകലിൽ നോമ്പുണ്ട്, സദഖയുണ്ട്, പക്ഷേ അവളുടെ നാവ് അയൽവാസിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നാവാണ് അവൾക്കുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകിയത്, ലാ ഖൈറ ഫീഹാ ഫഹിയ ഫിന്നാർ, ലാ ഖൈറ ഫീഹാ, ഒരു ഖൈറും അവളിലില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. ആരെക്കുറിച്ചാ നരകത്തിലാന്ന് പറഞ്ഞത്? രാത്രി നമസ്കരിക്കുന്നവൾ, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നവൾ, സദഖ ചെയ്യുന്നവൾ, പക്ഷേ ഈ ഒരു ദോഷം അവളിലുള്ള കാരണത്താൽ ഒരു ഖൈറും അവളിലില്ല, അവൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നത്, നമ്മളെത്ര നോമ്പും നമസ്കാരവും ഇബാദത്തും ദീനീ കാര്യങ്ങളിലൊക്കെ സജീവമാണെങ്കിലും ഇത്തരത്തിലുള്ള ദുസ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ നമസ്കാരവും ഇബാദത്തുകളും ഒക്കെ പൊളിച്ചു കളയാൻ അത്തരം ചെയ്തികൾ കാരണമാണ്. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വഇസ്മൻ മുബീന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മഹാപാപഭാരമാണ് അവർ പേറിയിട്ടുള്ളത് എന്നത്. അപ്പൊ ഒരാൾക്ക് ദീന് കുറവാണ് എന്നുള്ളതിന്റെ തെളിവാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നത്. പ്രത്യക്ഷത്തിൽ അയാൾ കുറെ ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ദീനിന്റെ കുറവാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നത്. ഒരാൾക്ക് ദീന് ഉണ്ട് എന്നതിന്റെയും അയാളുടെ ഈമാൻ സത്യസന്ധമാണ് എന്നതിന്റെയും തെളിവാണ് അയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നത്. അപ്പൊ മറ്റുള്ളവരെ സഹായിക്കാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ആക്ഷേപിക്കുന്നുണ്ട്.
നരകത്തിലേക്ക് പോയ ആളുകൾ അവർ നരകത്തിലേക്ക് പോകാനുണ്ടായ കാരണം ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. സാധുവിന്റെ ഭക്ഷണത്തിന്, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് അവൻ പ്രോത്സാഹനം നൽകിയില്ല, അത്തരം പരസഹായം അവൻ നൽകിയില്ല എന്നതാണ്. മാത്രമല്ല, ഒരാളുടെ, ഒരു മുസ്ലിമിന്റെ നിർവചനം നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ്. ആരാ മുസ്ലിം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചല്ലോ, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥ മുസ്ലിം എന്ന്. ഒരു മുസ്ലിം ആരാ എന്നതിന്റെ കൃത്യമായ നിർവചനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബഖവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, അഫ്ളലുൽ മുസ്ലിമീന മൻ ജമഅ ഇലാ അദാഇ ഹുഖൂഖില്ലാഹി തആല അദാഅ ഹുഖൂഖിൽ മുസ്ലിമീന വൽ കഫ്അനി അൻ അറാലിഹിം. ഏറ്റവും നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മുസ്ലിമീങ്ങളോടുള്ള കടമകൾ കൂടി നിർവഹിക്കുന്നവരാണ്, അവരോടുള്ള ഉപദ്രവങ്ങൾ തടയുകയും ചെയ്യുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പൊ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നത് മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന, നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ നമ്മൾ തടുത്തു നിർത്തുക എന്നതിനപ്പുറം മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന ഉപദ്രവങ്ങളെ, പ്രയാസങ്ങളെ നമ്മൾ നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ, മർറ റജുലുൻ ഫി ഗുസ്നി ഷജറ അലാ ളഹ്രി ത്വരീഖിൻ ഫഖാല വല്ലാഹി ലാ ഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുഅദീഹിം ഫഉദ്ഖിലൽ ജന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ വഴിയിൽ കിടക്കുന്ന ഒരു മരക്കൊമ്പിന്റെ സമീപത്തുകൂടി നടന്നുപോവാൻ, മർറ റജുലുൻ ഫി ഗുസ്നി ഷജറത്തിൻ അലാ ളഹ്രി ത്വരീഖ്, ത്വരീഖിൽ കിടക്കുന്ന, വഴിയിൽ കിടക്കുന്ന മരക്കൊമ്പിന്റെ അടുക്കലൂടെ ഒരാൾ കടന്നു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പണി, മുസ്ലിമീങ്ങൾ നടക്കുന്ന പാതയിലുള്ള അവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ മരക്കൊമ്പ് ഞാൻ എടുത്തു മാറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അയാൾ അത് മാറ്റുകയാണ്. അത് കാരണം അയാൾ സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. വിശ്വാസികൾ നേരിടുന്ന ഒരു പ്രയാസത്തെ നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് കാരണമാണ് എന്ന് ഈ ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്തിന്റെ എല്ലാ അമലുകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, എല്ലാ നല്ലതും മോശപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ അവർ ചെയ്തതായിട്ട് ഞാൻ കണ്ടു എന്ന്, എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്, നമ്മുടെ സ്വർഗത്തെ പ്രവേശനത്തിനുള്ള കാരണമാണ്. ഇന്ന് പലപ്പോഴും വേസ്റ്റ് തട്ടുന്ന ഇടമാണ് വഴി. തന്റെ പറമ്പിൽ നിന്ന്, തന്റെ മതിലിനപ്പുറത്തേക്ക്, വഴിയിലേക്ക് പലരും വേസ്റ്റുകൾ തട്ടുമ്പോ അവിടെ നിന്നുള്ള ഉപദ്രവങ്ങളെ നീക്കൽ പുണ്യകർമ്മമായിട്ട്, ഈമാനായിട്ട്, സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായിട്ട് പഠിപ്പിച്ചെങ്കിൽ അതിന് നേരെ വിരുദ്ധമായി നരകപ്രവേശനത്തിനുള്ള കാരണം വരെ ആകാനുള്ള, ഇതിന്റെ നേരെ വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടേക്കാണ് അത് എത്തിപ്പെടുക എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, അവരെ വേദനിപ്പിക്കുക, ഒരു നിലക്കും നമ്മുടെ ഒരു സമീപനം കൊണ്ട്, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരാൾക്കും ശാരീരികമായോ മാനസികമായോ ഒരു നിലക്കുമുള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ആ ഒറ്റ വചനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ഒരു സമീപനം കാരണത്താൽ ഒരാളുടെ മനസ്സും ശരീരവും വേദനിക്കാൻ പാടില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ച സമൂഹമേ, നാവ് കൊണ്ട് വിശ്വസിച്ച സമൂഹമേ, വലം യുദ്ഖിലിൽ ഈമാൻ ഖൽബഹ്, ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ലാത്ത, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, ഞങ്ങളൊക്കെ വിശ്വാസികളാണ് എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവരെ,
ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തവരെ ആ അഭിസംബോധന നോക്ക് നിങ്ങൾ. ലാ തഗ്താബുൽ മുസ്ലിമൂൻ ലാ തഗ്താബുൽ മുസ്ലിമീന വലാ തത്തബിഉ ഔറാതിഹിം. നിങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഗീബത്ത് പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ രഹസ്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഫഇന്നഹു മൻ യത്തബിഉ ഔറത അഖീഹി, തന്റെ സഹോദരന്റെ രഹസ്യത്തിനു പിന്നാലെ ആരാണോ ഫോളോ ചെയ്യുന്നത്, പിന്തുടർന്ന് പോകുന്നതെങ്കിൽ അവൻ അവന്റെ വീട്ടിലാണെങ്കിലും ശരി അവന്റെ ന്യൂനതയെ, അവന്റെ രഹസ്യത്തെ അള്ള പിന്തുടരുകയും അവന്റെ വീട്ടിലാണെങ്കിലും അവനെ അള്ള വഷളാക്കുകയും ചെയ്യും. മറ്റുള്ളവന്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു നിലക്കുമുള്ള പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത് എന്നാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാഹ് പറയാൻ, വല്ലാഹി മാ യഹില്ലു ലക അൻ തഅദിയ കൽബൻ വലാ ഖിൻസീറൻ ബിഗൈരി ഹഖ്ഖിൻ ഫകൈഫ തുഅദി മുസ്ലിമാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, വല്ലാഹി മാ യഹില്ലു ലക, അല്ലാഹ് തന്നെയാണ് നിനക്ക് ഹലാലല്ല, നിനക്ക് അനുവദനീയമല്ല, അൻ തുഅദിയ കൽബൻ വലാ ഖിൻസീറൻ ബിഗൈരി ഹഖ്, അന്യായമായി ഒരു നായയെയോ പന്നിയെയോ ഉപദ്രവിക്കുക പോലും നിനക്ക് അനുവദനീയമല്ല. മുസ്ലിമ, പിന്നെ എങ്ങനെയാണ് നീ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക? ഒരു നായയെയും പന്നിയെയും ന്യായമായ കാരണത്താൽ അല്ലാതെ ഉപദ്രവിക്കാൻ നിനക്ക് ന്യായമില്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കാൻ, ഒരു മുസ്ലിമിന് പ്രയാസം നൽകാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, യകുൻ ഹമ്മുൽ മുഅ്മിനി മിൻക സലാസ, ഒരു വിശ്വാസിക്ക് നിന്നിൽ നിന്ന് 3 ഓഹരികൾ ഉണ്ടാവട്ടെ. ഒരു വിശ്വാസിക്ക് നിന്നിൽ നിന്ന് 3 ഓഹരികൾ ഉണ്ടാവട്ടെ. ഇല്ലം തൻഫഉഹു ഫലാ തദുറ, നീ അവന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ലെങ്കിലും നിന്നിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ നീ കാത്തു സൂക്ഷിക്കുക. വഇല്ലം തുഫ്രിഹു ഫലാ തഗുമ്മഹു, നീ അവനെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിലും അവനെ ദുഃഖിപ്പിക്കാതിരിക്കുക. വഇല്ലം തംദഹു ഫലാ തദുമ്മഹു, നീ അവനെ പുകഴ്ത്തിയിട്ടില്ലെങ്കിലും അവനെ ഇകഴ്ത്താതിരിക്കുക. മിനിമം അതെങ്കിലും കാത്തു സൂക്ഷിക്കുക. ഗുണം ചെയ്യുന്നില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുക. എന്തൊക്കെ ഉപദ്രവങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് നമ്മൾ കാണും. പ്രത്യേകിച്ച് മഴക്കാലമാണ്. മറയില്ലാത്ത കിണറുകൾ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴൽ കിണറുകൾ, അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള കുഴികൾ അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവിടെ ജനങ്ങൾ അപകടത്തിൽ പെടാതെ എന്തെല്ലാം സുരക്ഷ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുമോ അത് നമുക്ക് സ്വർഗപ്രവേശനത്തിനുള്ള അവസരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പുകവലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമൂലം അയാൾക്കുണ്ടാകുന്ന തിന്മ എത്രയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ പാപഭാരം അവൻ പേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ഇസ്ലാം തടുത്തു നിർത്തിയിട്ടുകൊണ്ട് നഹാ അനിൽ ബൗലി ഫിൽ മാഇ റാകിദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് പഠിപ്പിച്ചു. ശാപം ലഭിക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കാൻ പഠിപ്പിച്ചു. ഇത്തഖുൽ മലാഇന അസ്സലാസ അൽ ബറാസ ഫിൽ മവാരിദ് വഖാരിഅത്തി ത്വരീഖി വദ്ദില്ലി, ശാപം കൊണ്ടുവരുന്ന 2 ആളുകളുടെ പ്രവൃത്തിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഏതാണെന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും ഈ നിലക്ക് വിസർജനം നടത്തുക എന്ന് പറയും. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം തടുത്തു നിർത്തിയിട്ടുണ്ട്, അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് പഠിപ്പിച്ചു, അമ്പുമായിട്ട്, അന്നത്തെ കാലത്ത് ഒരു ആയുധമാണ് അമ്പ്, അമ്പുമായിട്ട് പള്ളിയിലോ അങ്ങാടിയിലോ വന്നാൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ മറ ഫീ ഷൈഇൻ മിൻ മസാജിദിന ഔ അസ്വാഖിന വമഅഹു നബ്ലുൻ ഫൽയുംസിക് ഔ ഖാല ഫൽയഖുദ് ഔ ലിയഖ്ബിൽ അലാ നിസാലിഹാ ബികഫ്ഫിഹി അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ബിശൈഇൻ. പള്ളിയിലോ അങ്ങാടിയിലോ ആരെങ്കിലും അമ്പുമായി കടന്നു പോവുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ട് ഒരു പരിക്കും പറ്റാതിരിക്കാൻ അതിന്റെ മൂർച്ചയുള്ള ആ ഭാഗം, ആ വായ്ത്തല കൈകൊണ്ട് പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ ഇത് കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, ഒരു പ്രയാസവും ഉണ്ട്. ഇത് അമ്പില്ല നമ്മുടെ കയ്യിൽ, പക്ഷെ പകരം
ഈ നിലക്കുള്ള വല്ലതുമുണ്ടെങ്കിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മാനസികമായി വിഷമിപ്പിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 പേരാണെങ്കിൽ ഫലാ യതനാജാ ഇസ്നാനി ദൂനൽ ആഖർ, മൂന്നാമനെ കൂടാതെ നിങ്ങൾ ഒരിക്കലും സ്വകാര്യ ഭാഷണം, രണ്ടാളും തമ്മിൽ ഒരിക്കലും മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യം പറയരുത്. ഹത്താ തഖ്തലിതു ബിന്നാസ്, ജനങ്ങളുമായി നിങ്ങൾ കൂടിക്കലരുന്നത് വരെ 2 പേർ തമ്മിൽ ഒറ്റയ്ക്ക് സ്വകാര്യം പറയരുത്. കാരണം അത് മൂന്നാമനെ വിഷമിപ്പിക്കാൻ, മാനസികമായി വിഷമമുണ്ടാകാൻ അത് കാരണമാകും. ആ നിലക്ക് ഒരാൾക്ക് ബാധിക്കുന്ന മാനസികമായ വിഷമം അത് സംഭവിക്കരുത്. നിങ്ങളുടെ ഒരു ഇടപെടൽ കാരണം ഒരാൾക്ക് മാനസികമായി ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന് വിശ്വാസികൾ കാത്തു സൂക്ഷിക്കേണ്ട വിഷയമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത്. ഉള്ളി കഴിച്ചുകൊണ്ട്, വെളുത്തുള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരരുതെന്ന് കാരണം മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറയും. അപ്പൊ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുന്നതൊക്കെ മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കും. പള്ളിയിൽ മലക്കുകളുടെ സാന്നിധ്യമുള്ളതാണ്. അതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒന്നും വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അവനാണ് യഥാർത്ഥ മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി. നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളാണ് മുസ്ലിം. ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഉപദ്രവം നമ്മളിൽ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മളാണ് യഥാർത്ഥ വിശ്വാസി എന്നതാണ് ഈ ഹദീസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഒരു വിശ്വാസി അവൻ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കേണ്ടതാണ്. സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ അവൻ ഇടപഴകി ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അവനെ ബാധിക്കും. അത്തരം സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യണം? യഹ്യ ഇബ്നു വസ്താബ് അൻ റജുലിൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയണം, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ്, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിൻ, വയസ്ബിറു അലാ അദാഹും, ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെ അവൻ ക്ഷമിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിൻ, അഫ്ളൽ, അവനാണ് ഏറ്റവും അഫ്ളൽ. ആരെക്കാൾ? മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ അദാഹും, ജനങ്ങളുമായി ഇടപഴകാത്ത, ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളേറ്റ് ക്ഷമിക്കേണ്ട ആവശ്യം വരാത്ത, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാത്ത ഒരു മുഅ്മിനിനേക്കാൾ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് കഴിയുന്നവൻ, അവനാണ് അഫ്ളലായ മുഅ്മിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ജനങ്ങൾക്കിടയിൽ ജീവിക്കണം, ജനങ്ങൾക്കിടയിൽ മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തുകൊണ്ട്, നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവം ആർക്കും ഏൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ ജനങ്ങളുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് അത് നിവർത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. നോക്കൂ, നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ്, അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. 2 ചോദ്യം, അല്ലാഹുവിന്റെ റസൂലിനോട് 2 ചോദ്യം. ഒന്ന്, ജനങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് റസൂലേ? രണ്ടാമത്തെ ചോദ്യം, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താ? ജനങ്ങളിൽ ആരെയാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം? അമലുകളിൽ ഏത് അമലാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും അധികം ഇഷ്ടം
ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള വ്യക്തിയാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള വ്യക്തിയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം കഴിഞ്ഞാൽ ഔ തക്ഷിഫു അൻഹു ഖുർബ, അവന്റെ ഒരു ദുരിതത്തെ ഒരു പ്രയാസത്തെ നീക്കിക്കൊടുക്കാൻ നിനക്ക് സാധിച്ചാൽ ഔ തഖ്ലി അൻഹു ദൈന, അവന്റെ കടം വീട്ടിക്കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഔ തത്റുദു അൻഹു ജുഅ, അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ വലി അൻ അംശിയ മഅ അഖി ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിൽ യഅനി മസ്ജിദുൽ മദീന ശഹ്റൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവി, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ അവിടെ ഇഅ്തികാഫിരുന്നാൽ ഈ മസ്ജിദിൽ മറ്റുള്ള എല്ലാ മസ്ജിദുകളെക്കാളും 3 പള്ളികൾ പ്രത്യേകം ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനയിലെ മസ്ജിദുൽ നബവി, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ. ഇതിൽ മസ്ജിദുൽ നബവിയെ എടുത്തു പറയണം. ആ മസ്ജിദുൽ നബവിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമായിട്ട് വലി അൻ അംശി, ഞാൻ നടന്നു പോകലാണ് എന്റെ ഒരു സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മസ്ജിദിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം. അത്രയധികം പ്രാധാന്യം ജനങ്ങളുടെ ആവശ്യത്തെ നിവർത്തിച്ചു കൊടുക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് പ്രാധാന്യം നമ്മൾ കാണാം. ഇബാദത്തുകളിൽ നമ്മൾ സജീവരാകണം, ദീനി കാര്യങ്ങൾ നമ്മൾ സജീവരാകണം. അതോടൊപ്പം ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളുടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ദുരിതങ്ങളെ മാറ്റിക്കൊടുക്കാനും, നമ്മളിൽ നിന്നൊരു പ്രയാസവും ഏൽക്കുമില്ല, അത് എന്റെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സംഭവിക്കുമില്ല എന്ന് ഉറപ്പുവരുത്തി സമൂഹത്തിനിടയിൽ ഒരു യഥാർത്ഥ മുഅ്മിനായി സമൂഹത്തിന് മാതൃകയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.